ഇതാണെന്ന് തോന്നുന്നു കടലിലെ പക്ഷി. ഇത് തെരണ്ടിയല്ലേ? അതെ, നല്ല രസമുണ്ട് കാണാൻ. ഹലോ ഗൈസ്, ഞാൻ ഖദീജ. എൻ്റെ മുഖം എൻ്റെ ഇങ്ങനെയാണെന്നല്ലേ എന്നെ ഉറക്കത്തിൽ നിന്ന് ഇവരെടുത്തതാണ്. അതോടെ ഞാൻ ഇവരോടെല്ലാം ദേഷ്യാണ്. എവിടെയോ പോകണമെന്നും പറഞ്ഞ് ഇവരെന്നെ എടുത്ത് ഇവളൊരു വീഡിയോ. ഞാൻ ചിരിക്കൂല, കുറേ ചിരിക്കാൻ നോക്കുന്നുണ്ട്. ഞാൻ ചിരിക്കൂല. എവിടെയോ പോകുന്നതെന്നല്ല. നമ്മളിതാ ഈ സ്ഥലത്താണ് നമ്മൾ വന്നിട്ടുള്ളത്. മാൾ ഓഫ് മസ്കറ്റ്. മാൾ ഓഫ് മസ്കറ്റിലാണ് വന്നിട്ടുള്ളത്. എന്തായാലും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഞാൻ പറയുന്ന ഈ ഒമാനിൽ വന്ന് മസ്കറ്റിൽ വന്ന ആൾക്കാർ ഒരു തവണയെങ്കിലും ഇത് വിസിറ്റ് ചെയ്യണം. ഓക്കെ, നല്ല പ്ലേസാണ്. കയറുമ്പോൾ തന്നെ അടിപൊളി വൈബ്. എന്താ പറയുക, നല്ല ഇത് പ്ലാസ്റ്റിക് ആട്ടാ മരങ്ങളെല്ലാം, പക്ഷെ നല്ല രീതിക്കാക്കി. അത് കണ്ടവിടെ തന്നെ നമ്മൾ ഫോട്ടോ എടുക്കാൻ തന്നെ വിചാരിച്ച് അങ്ങനെ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ നേരെ പോയത് ടോയ്ലറ്റിലേക്ക്. നല്ല കണ്ണാടിയൊക്കെ ഉണ്ടല്ലോ. ഇതൊന്നും ഷാരിനിടല്ലോ. എനിക്ക് കൈ കഴുകാൻ ഇറ്റുക. കുഞ്ഞിക്കട്ടിയുടെ കൈ കഴുകുന്ന ഷാനിലുണ്ടല്ലോ. എനിക്ക് കയറാനും പറ്റും. ഇതിപ്പോൾ എങ്ങനെ കൈ കഴുകുക? ഇതെനിക്ക് കിട്ടി. എനിക്കും താട കൊച്ചു വെള്ളം. എനിക്കും ഇവിടെ കൊച്ചു കൈമലാക്കി താടാ. ഇതാരോ വന്ന് എൻ്റെ കൈ പിടിച്ച് എൻ്റെ കയ്യിലാക്കി തന്നു. ഇങ്ങനെ എനിക്കും വെള്ളം കിട്ടി ഗൈസ്. നൂലില്ലാത്ത വീരിൽ തന്നെ ഇതാക്കി ഞാൻ വെണ്ണം വെക്കിട്ട് എല്ലാത്തിനും കാണിച്ചു തരാം. അങ്ങനെ നമ്മളും പിന്നെ നമുക്ക് ഇവരെല്ലാം കഴുകുന്നുണ്ടിട്ട് ഇത് ഒന്ന് വെറുതെ ഒന്ന് കൈ കഴുകി. അതും കീരിയ പാട്. നോട്ട് ദ പോയിൻറ്റ്. മഴ വന്നിട്ടുള്ളൂ. എന്നിട്ട് അങ്ങനെ നമ്മളത് കഴിഞ്ഞ് മൊത്തത്തിലൊന്ന് കറങ്ങി കാണാമെന്ന് വെച്ച് ബസ്സൊക്കെ മഴയുടെ ഉള്ളിലോട്ട് പോകുന്നു. അടിപൊളി കളക്ഷൻസ് ഉണ്ട്. കുട്ടികളെല്ലാം നല്ല ഓഫേഴ്സും നല്ല ഉണ്ട്. കുട്ടികൾ ഈ സാധനമെല്ലാം ഉണ്ട്. അതിൻ്റെ പേരെന്താമോ നമ്മൾ ബേബിക്കില്ല കേട്ടാ. ബേബീസിനായിട്ട് നല്ല നല്ല കളക്ഷനൊക്കെ ഉണ്ട്. ഞാൻ കയറും. ഞാൻ കയറില്ല, ഞാൻ വലിയ കുട്ടിയായില്ല, എന്നെ പിടിച്ചിട്ട് വെക്കുന്നു. ഇപ്പെങ്കിലും എന്നെ ഇറക്കിയല്ല, സമാധാനം. വീട്ടുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് നിന്നോലും. വലിയ കുട്ടിയായില്ല, പിന്നെ എന്തിനാണ് പിടിക്കുന്നേ? ഒറ്റയ്ക്ക് നിൽക്കാനൊക്കെ അറിയാം. ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങും. ഇവരാരും എന്നെ ഇറക്കി തരണ്ട. ഇപ്പെങ്കിലും എന്നെ വിട്ടില്ല. കൈ വീട്ട് ഞാൻ ഒറ്റയ്ക്ക് നടന്നോല്ലോ, എന്നെ പിരിച്ച് വിളിക്കണേ. ഇപ്പോൾ ഒരു സമാധാനമായ. ഞാനൊന്ന് ഓടിയിട്ട് വരാം. ഇവരോടെല്ലാം എൻ്റെ വിചാരം എനിക്ക് നടക്കാനറിയില്ല, ഓടാനറിയില്ല എന്നല്ല. ഞാൻ ഓടും. ഇതൊന്ന് സാധനം. എല്ലാവരും ഒന്ന് അങ്ങോട്ടേക്ക് പോകുന്നു. വീണ് പോകുമോ? ഇതിലോട്ടൊന്നും മെല്ലെ നടക്കാം, അതാ സേഫ്. അല്ലെങ്കിൽ അതിലോട്ട് അങ്ങനെ വീണ് പോയിനെങ്കിലോ? അങ്ങോട്ട് പോകണ്ട, നമുക്ക് ഇവിടെ നിൽക്കാം. എന്ന് വെച്ചിട്ട് നമുക്ക് മെല്ലെ നടക്കാം. അടുത്ത് പോകണ്ട, സൈഡിൽ നിന്ന് ഓടാം. അല്ലെങ്കിൽ നമുക്ക് ഉമ്മാൻ്റെ കൈ പിടിച്ച് നടക്കുക. അടിയായിരിക്കും കുറച്ച് സേഫ്. അല്ലെങ്കിൽ വീണ് പോയാലോ? വിവരില്ലാത്ത രീതിയെല്ലാം ഉണ്ട്. എന്നെ പിടിച്ച് ഉണ്ടിരും. ഇവരെ പോന്ന്. ഞാൻ ഓടി ഇങ്ങെത്തി. ഇവരെന്നെ കൂട്ടാണ്ട് പോയാ ഞാൻ വരൂല. ഇങ്ങോട്ട് അവരെല്ലാം പോന്നാ. എനിക്ക് ഞാൻ വരുന്നേ. എന്നെ കൂട്ടാണ്ട് അവരേടിയൊക്കെ ഇരുന്നുണ്ട്. ഞാൻ പോന്നെ കണ്ടിട്ടില്ല ഇവര്. എന്നെ കാത്തിക്കല്ലോ. ഒന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ തന്നെ പോകാം. പിന്നെ ഷാജിനോ കണ്ണാടിയാ. എൻ്റെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ആരും ഇല്ലാന്ന് തോന്നുന്നു. ആരും ഇല്ലാത്തോന്ന് വിളിച്ചിട്ടൊന്നും കേൾക്കുന്നില്ലല്ലോ. ഇതിൻ്റെ കണ്ണാടിയോ കുറച്ച് മൊഞ്ചി നോക്കാമല്ലോ. ഇതൊന്ന് തട്ടി നോക്കാം എന്തെങ്കിലും ഉണ്ടോ. അങ്ങനെ ഡ്രസ്സിൽ നോക്കി. നമുക്ക് എല്ലാവർക്കും ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായി, പക്ഷെ ഭയങ്കര റേറ്റ്. അവസാനം ആ ഡ്രസ്സ് ഉണ്ടോ ടാറ്റ പൈ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അവസാനം പുറത്തിറങ്ങിയിട്ടും അതൊന്ന് സൂം ചെയ്ത് നോക്കി. പിന്നെ അങ്ങനെ നമ്മളിങ്ങനെ എല്ലാം എക്സ്പ്ലോർ ചെയ്യണ്ടേ, അതുകൊണ്ട് ഇങ്ങനെ നടന്ന് വീണ് പോയി. ആരും കണ്ടിട്ടില്ല. മെല്ലെ എണീച്ച് പോകാം. അറിയാത്ത പോലെ നടക്കാം. എന്നോടാകാലി എനിക്ക് നടക്കാനല്ല അറിയാം. ഞാൻ വീണിട്ടൊന്നുമില്ല. പിന്നെ ശാരീരം നോക്കി ഞാൻ നടക്കുന്നതാണ്. മെല്ലമ്മനെ കൈ പിടിക്കാം. അല്ലെങ്കിൽ ഉമ്മ എന്നെ വലിച്ചു കൊണ്ട് പോകുന്നു. മെല്ലെ പോമ്മ. ഉമ്മ കൈ പിടിച്ച സമാധാനമില്ല. ഞാൻ ഇപ്പോൾ എവിടെ പോകുന്നതല്ലേ? എസ്കലേറ്റർ കണ്ടല്ലോ എനിക്ക് കയറണം എന്ന് ബോധ്യം. ഉമ്മ ഇങ്ങോട്ട് തന്നെ ആയാൽ മതി. അതെ ഉമ്മ ഇങ്ങോട്ട് തന്നെ. ഞാൻ കയറും. ഞാൻ കയറും. ഉമ്മ ഞാൻ പിടിച്ച് കയറിക്കുള്ളൂ. ഉമ്മ ഒരിക്കലും സമ്മതിക്കൂലല്ലോ കയറാൻ. അവരെത്തിയാലെങ്കിൽ ഒന്ന് ഇറക്കുക, അത് കൈ പിടിച്ച് നടക്കും. എനിക്കാണെങ്കിൽ നിങ്ങളെപ്പറ്റി ഒന്നും നടക്കാനില്ല. ഇതൊരുമാതിരി എനിക്ക് കാഴ്ചയൊന്നും കാണാൻ കഴിയുന്നില്ല. എനിക്ക് ഫ്രീഡം വേണം കഴിച്ചാൽ. എനിക്ക് ഫ്രീഡം വേണം. എന്നെപ്പോലെയുള്ള കുറേ കുട്ടികളുടെ അഭിമാന പ്രശ്നമാണ്. നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റൂലേ? അത് ഇവർ സമ്മതിക്കില്ല. ഉമ്മ അവിടെ പോയിട്ടിരുന്നതിന് ഞാനും പോയിട്ടിരിക്കണം.
ഇങ്ങനെയല്ലേ നമുക്കൊരോന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്കിങ്ങനെ ഇരിക്കുന്നൊന്നും ഇഷ്ടമല്ല, എനിക്ക് ഓടുന്ന ഇഷ്ടം. ഇതിന് മേലെ കുറേ കുടയെല്ലാം വെച്ചിനല്ലോ. ഇനി ഇവിടെ മഴ പെയ്യോ? ഞാൻ കയറിയിരുന്ന് അങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ കുറേ സമയം നടന്നിട്ട് ഇരിക്കുമ്പോൾ. അതുകൊണ്ട് ഞാൻ നല്ല കുട്ടിയായിട്ട് ഇരുന്ന്, അല്ലെങ്കിൽ ഞാനിരിക്കുന്നില്ല. അങ്ങനെ നമ്മൾ ലണ്ടൻ സ്ട്രീമിലെത്തി. ഇത് മൊത്തം ഒരു ലണ്ടൻ സെറ്റപ്പ് കേട്ടോ. ഇവിടെ പിന്നെ ലണ്ടൻ സ്റ്റേഷനായി ലണ്ടൻ്റെ ഒരു സെറ്റപ്പൊക്കെ നടത്തിയിട്ടുണ്ട് കേട്ടോ. സെക്കൻഡ് ഫ്ലോറിൽ നല്ല വൈബ് സ്ഥലമായിരുന്നു. ഒരു ലണ്ടൻ ഫീലിംഗ് തന്നെ ഉണ്ട് ഇവിടെ. ലണ്ടൻ ബസ് സ്റ്റേഷനൊക്കെ ആയി ആകാശമെല്ലാം നോക്കിയിട്ട് സെറ്റപ്പ് ലുക്ക്. ആരെങ്കിലും ഇത് കണ്ടാൽ പറയും മാളിൻ്റെ ഉള്ളിലാണെന്ന്. ഇതാ ലണ്ടനിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ വേണ്ടി എസ്കലേറ്റർ വരെ ഉണ്ട്. ഇവിടുന്ന് എന്നെ കൊണ്ട് നടത്തിക്കുന്നത് ഞാൻ നടന്നതാണ്. പിന്നെ ലണ്ടൻ ബസ് സ്റ്റേഷൻ അതൊന്നും ലണ്ടൻ സ്റ്റേഷൻ ഉണ്ട്. പിന്നെ ഇത് മോറോ, അത് പിന്നെ സിനിമ തിയേറ്റർ ആട്ടോ മോറോ എന്ന് പറയുന്നത്, തിയേറ്റർ ആട്ടോ. പിന്നെ നമ്മൾ അതിലോട്ട് തന്നെ റിട്ടേൺ വന്നു. ഇത് ലണ്ടനിലെ വീടൊക്കെ ഉണ്ട് ഇവിടെ. വീടിനെ കണ്ടിട്ട് അങ്ങനെ തോന്നി, അടിപൊളി സെറ്റ് സ്ഥലം കേട്ടോ. പിന്നെ കുട്ടിയൊക്കെ അഡ്വാൻറ്റേജ് ആയിട്ട് ചെയ്യാൻ പറ്റിയ എന്തൊക്കെയോ സാധനങ്ങളും അങ്ങനെ ഉണ്ട്. ഇതുണ്ടോ മേലിൽ കയറിപ്പോയാൽ മറ്റേ ഫിലിമിലും മറ്റു കാർട്ടൂൺസിലെല്ലാം കാണുന്ന പോലത്തെ ആ സാധനമെല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇങ്ങനെ നീണ്ട നടത്തം തന്നെയായിരുന്നു. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥലം, നല്ല രസം. ഇത് കണ്ടിട്ട് എനിക്ക് ഏതോ ഒരു കാർട്ടൂണിലെ ക്യാരക്ടറില്ലേ, എനിക്ക് തോന്നുന്നു ജാക്കി ചാനിലാണോ ഇങ്ങനെ ഒരു എല്ലാം വേറെ ഏതോ ക്യാരക്ടർ മറന്നുപോയി. ആ കാർട്ടൂണിലെ ക്യാരക്ടറെ പോലെ ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കേണ്ട സോൺസും എല്ലാം ഉണ്ട്. ആ ഒരു സെറ്റപ്പിൽ വൈബ്. പിന്നെ നമ്മൾ ജസ്റ്റ് അതിലിങ്ങനെ കണ്ടുപോയിട്ടുള്ളൂ. പിന്നെ അതാ ട്രെയിനൊക്കെ പോകുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലോട്ട്. അതായത് ഈ കുട്ടിയൊക്കെ നടന്നിട്ട് അങ്ങനെ കാണുമ്പോൾ ക്ഷീണമല്ല, അതുകൊണ്ട് ഇതിലോട്ട് ഇങ്ങനെ കറക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത്. ഇതൊക്കെ എന്ത് ഇവിടെ നടക്കുന്നത്? ഇവൾ കുറേ നേരെ എന്നെ എടുത്തിട്ട് നടക്കാൻ തുടങ്ങിയിട്ട്. ഒക്കെ എന്തിനാ ഇവളൊന്ന് കൊന്നാലോ? പക്ഷെ ഇവള് വീഡിയോ എടുക്കുന്നുണ്ടോ തോന്നുന്നു. മുഖം കൊടുക്കണ്ട, നോക്കണ്ട അങ്ങോട്ടേക്ക്. എന്നാലും വീഡിയോ എടുക്കുന്ന കഴിഞ്ഞോ? ഇവളൊന്നും വീഡിയോ എടുക്കുന്നു. ഞാൻ എന്നെ ഇത്ര മൈൻഡാക്കാണ്ട് വന്നിട്ടൊന്ന് വീഡിയോ എടുക്കുന്നു. ഗൈസ്, ഇതാണ് നമ്മളെ അക്വേറിയം. ഇത് മൊത്തം അക്വേറിയാണ്. നമുക്ക് ആദ്യം മനസ്സിലായിട്ടില്ലേനു. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എത്രയാണ് മീൻസ്, കുറേ ഫിഷ് കുറേ ഉണ്ട്. നിങ്ങൾ കാണുക കേട്ടാ, അടിപൊളി വൈബ് എന്ന് വെച്ചാൽ എനിക്ക് കണ്ടിട്ട് അവിടെ നിന്ന് വരാൻ തോന്നുന്നില്ല. ഞാൻ എന്നിട്ട് ബേബിൻ്റെ എക്സ്പ്രഷനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട്, അടിപൊളി ഉള്ളിലെല്ലാം കാണണം. പിന്നെ അങ്ങനെ ആ തെരണ്ടി ഉണ്ട്, നിങ്ങൾ കാണണം ഗൈസ്. തെരണ്ടി എനിക്കൊരു ഡൗട്ട് തോന്നിപ്പോയി. തെരണ്ടി പക്ഷിയാണ്. എന്താ ഇത്? ഷാർക്ക് കേട്ടാ, സ്രാവാന്ന് തോന്നുന്നു. സ്രാവിനല്ലേ ഷാർക്ക്, അതെ. പിന്നെ തെരണ്ടി പറക്കുന്നു. എനിക്ക് തോന്നുന്നു കടലിൽ പക്ഷിയാന്ന് തോന്നുന്നു തെരണ്ടി. സത്യം പറയാൽ പറന്നു എന്താ ക്യൂട്ട്. ഇതൊക്കെ ഒമാനി പിള്ളേർ കേട്ടാ. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അനിയത്തി വന്ന് കളിയാക്കുന്ന എന്നെ. പിന്നെ ഇതാ ഈ റൈറ്റ് സൈഡിൽ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, അവിടെ കണ്ട കുറച്ച് സെറ്റ് ഓഫ് മീൻസ് ഒരുമിച്ച് പോകുന്നത്. നല്ല രസമുണ്ടെങ്കിൽ നേരിട്ട് കാണാൻ. എനിക്ക് ഫോണിൽ ഇത്ര ക്ലിയർ ഇല്ല, നമ്മളത് പിന്നെ ഐഫോണൊന്നുമല്ല, അതുകൊണ്ട് ഫോണിൽ ഇത്രയും കിട്ടുന്നുള്ളൂ. അല്ലെങ്കിൽ സെറ്റിന് കാണാൻ എന്ന് പറയുന്നത് നമ്മളെ ഐ വ്യൂവിൽ കിട്ടിയെങ്കിൽ സെറ്റിനും. ഇങ്ങനെ നെക്സ്റ്റ് ടൈം പോയാൽ ഐഫോണിൽ കാണിച്ചു തരാം കേട്ടോ. ഇവളെ എക്സ്പ്രഷൻ എന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഒന്ന് പേടിച്ച് പിന്നെ ഒന്ന് സെറ്റായി. ഇതൊന്നും അതിനെല്ലാവരും ഒന്ന് നോക്കുന്നു. അയ്യോ എന്നെ കുറ്റുമോ? ഇല്ല, അത് പോയി ഒന്നും ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. അയ്യോ സ്രാവ്, അയ്യോ ഇനിയിപ്പോൾ കടിച്ചു. ഇത് ഈ ഒരു ഇത് കണ്ട ഒരു മരം പോലെ, അതിലും ചുറ്റും ഫുൾ മീനായിരുന്നു. പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ അടിപൊളിയുള്ളത് നിങ്ങളൊന്ന് കാണുക. ഇതിൻ്റെ അടിയിലോട്ടെല്ലാം മറ്റേ അക്വേറിയല്ല, അണ്ടർ വാട്ടർ, അതൊക്കെ ഉണ്ട്. നമുക്ക് ഇങ്ങനെ ഫീസ് കൊടുത്തിട്ട് അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ പോകാം. അല്ലെങ്കിൽ മേലൊരു പാലം പോലെ ഉണ്ട്. ഇതാ കണ്ട പാലം പോലെ, ക്ലിയറായിട്ട് കാണുന്നില്ല എന്ന് തോന്നുന്നല്ലേ. അതിൻ്റെ മേലിൽ കയറിയിട്ടാണെങ്കിലും കാണാം. മറ്റേ ഫിഷിങ്ങിൻ്റെ ആ സാധനം ഇട്ടിട്ട് അതിൻ്റെ മേലിലോട്ട് കാണുകയും ചെയ്യാം. ഇതാട്ടെ തെരണ്ടി. തെരണ്ടി ഇങ്ങനെ ഉണ്ടാവാമെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഷാർക്ക്, ഓഫ് ഭയങ്കര ഒരു എന്താ പറയുക, കൺകുളിർത്ത കാഴ്ച തന്നെയായിരുന്നു. എനിക്ക് ഭയങ്കര എന്താ പറയണ്ടത്, എനിക്ക് പറയാൻ വാക്കുകളില്ല, നോ വേർഡ്സ്. എന്നിട്ടങ്ങനെ എന്താ ബ്യൂട്ടിഫുൾ, എത്ര വണ്ടർഫുള്ളാണെന്നറിയോ കാഴ്ചയെല്ലാം. ഇങ്ങനെ കാണും. പക്ഷെ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നതെന്നറിയാം, എനിക്ക് അത്രക്കും എന്താ പറയണ്ടേ, നല്ല കാഴ്ച ഇതായി. ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര ഇതാവില്ല എന്ന് തോന്നല്ലേ. സംസാരം കേൾക്കണ്ടെങ്കിൽ നിങ്ങളൊന്ന് സൗണ്ട് കുറച്ചിട്ടെങ്കിലും ഈ ഒരു സീന് കാണണം കേട്ടോ.
പിന്നെ ഇവക്ക് സെറ്റായി. വലിയ കുഴപ്പമൊന്നുമില്ല. മീനാണല്ലേ അത്. ഞാൻ പക്ഷേ ഫോട്ടോ എടുക്കാനൊന്നും നിന്ന് തരില്ല. വേണമെങ്കിൽ ഇവിടുന്ന് നിന്ന് നോക്കാം. എനിക്കിഷ്ടമായി. പിന്നെ നമ്മൾ മീനും ഫ്രണ്ട്സായി. വലിയ വലിയ ചരക്കെല്ലാം വരുമ്പം വലിയ സീനില്ലാണ്ടായി. പക്ഷേ ഈ മീൻസിൽ ഇതെന്താണെന്നറിയാം, തെരണ്ടി പറക്കുന്നതായിട്ട്. ഇത് നല്ല രസമുണ്ട് കാണാൻ. ഇത് മുകളിൽ വരുന്നേ ഇല്ല, ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ കളിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതാ ഷാർക്കിൻ്റെനെല്ലാം അധികം കാണാനുള്ള അട്ടിൽ വലിയ വലിയ ഷാർക്കും പല തരത്തിലുള്ള തെരണ്ടിയാട്ടുള്ള, പല സൈസും പല മോഡൽസുമുള്ള തെരണ്ടീസ്. അതായത് പല മോഡലെന്ന് വെച്ചാൽ ഒന്നിത്, അതായത് ഒന്ന് പുള്ളി, ഒന്ന് ബ്ലാക്ക്, അങ്ങനെ വൈറ്റിൽ എന്തെങ്കിലും കളറായിട്ട് നല്ല രസമുണ്ട്. പിന്നെ നേവി ബ്ലൂ കളർ മീൻ, കുറേ സെറ്റ് ഓഫ് മീൻസ്, ഫാമിലിയാണെന്ന് തോന്നുന്നു, ഫാമിലി ആയിട്ട് കൂട്ടായിട്ട് നേവി ബ്ലൂ മീൻസ്. പിന്നെ നേരത്തെ കണ്ട ഒരു മുള്ളം പോലത്തെ ഒരു മീൻസും കുറേ ഉണ്ട്. കാണുന്നുണ്ട്, കാഴ്ചയല്ലേ ഗായ്സ്. നമുക്ക് തെരണ്ടെങ്കിലും സൂക്ഷിച്ച് നോക്കിയാട്ടെ, കുറേ തെരണ്ടീസ് കാണാം. ഇതിപ്പോൾ ഇതിൽ കാണുന്ന 2-3 തെരണ്ടീസും ഉണ്ട്. ആ മീൻസ് എല്ലാം കണ്ട അതിലോട്ട് ഇങ്ങനെ പോകുന്നു. ഞാനിനി പറയുന്നില്ല, നിങ്ങൾ ബാക്കി കാണും. ഇതണ്ട ഈ തെരണ്ടി ഞാൻ പറഞ്ഞ മോളെ പക്ഷിയാണോ? മാഷാ അല്ലാഹ്, എനിക്ക് അൽഹംദുലില്ലാ നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നടന്നു, കുറച്ച് കാഴ്ചയെല്ലാം കണ്ടതാ. ഇനി ഞാൻ നടന്നൊന്ന് ഇതാക്കട്ടെ. ഇതെന്ന് ഇവിടെ വേറെ മീനോ, ഫിഷ് ടാങ്ക്. ഇത് ഫിഷ് ടാങ്ക് പോലെ ഇതാടെ കണ്ട ഒരു പുള്ളി പോലത്തെ മീൻ. ഇതിലും കുറച്ച് മീനൊക്കെ ഉണ്ട്. അടിപൊളി കാഴ്ച. കാഴ്ചയെല്ലാം കണ്ടു. ഇതൊന്ന് ട്രെയിനോ? ഇതൊന്ന് ട്രെയിൻ ഇതിൻ്റെ മേലൊക്കെ ഇടെ പോകുന്നു. പക്ഷെ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഞാനൊരു റെയിൽവേ സ്റ്റേഷനിലാണ് വന്നത്. ഞാൻ വിചാരിച്ചു ഇവരെല്ലാം സംസാരിക്കുന്ന നേരെ എസ്കലേറ്റർ കയറാം. പക്ഷെ ഇവൻ വിടുന്നില്ല, എന്നെ പിടിച്ച് വെക്കുന്ന അവിടെ. ഞാൻ വിടടാ, ഞാൻ ഇറങ്ങത്തൊന്ന്. പിന്നെ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ലുലു ഹൈപ്പർ മാർക്കറ്റ് കയറാത്തത് മോശമല്ലേ? യൂസഫ് അലിക്കൊക്കെ എന്തെങ്കിലും വിചാരിച്ചാലോ? നമ്മളോടൊന്നും വിരോധമൊന്നുമില്ല, അമ്മക്കാരോടും വിരോധമൊന്നുമില്ല. അതുകൊണ്ടൊന്ന് കയറിക്കളയാന്ന് വിചാരിച്ചു. ഒന്ന് സാധനം ചെടിയിൽ ഇവർ ഇതിൻ്റെ ഉള്ളിലാണ് നടല്. ഒന്ന് പിടിച്ച് വലിച്ച് നോക്കിയാലോ? വരുവെങ്ങ് ഇങ്ങോട്ട് വരുന്നില്ലല്ലോ. ഇവനെ കൊണ്ടൊന്നും കയ്യില്ല. രക്ഷപ്പെടരുത്. ഓടിക്കോ. ഇതെന്നാ ട്രോളി ആരോ കൊണ്ട് വെച്ചതൊന്ന് ഉന്തി നോക്കാം. ഈ ഒന്നിനും സമ്മതിക്കൂല. എന്തെന്നാ ഇത്? ഒരു മനുഷ്യന്മാർക്കൊരു ഇത് വേണ്ട, ഒന്നും നോക്കാനും വിടൂല, വിളിച്ചുകൊണ്ട് പോകുന്നു. ഇതന്നെ കുറേ സാധനമുണ്ടല്ലോ, ഒന്ന് അടിച്ചു നോക്കാം. നല്ല രസമുണ്ട്, അടിച്ചു നോക്കാം, നല്ല സൗണ്ട്. ഇനി കുറച്ച് സമയം ആരാ പിന്നെ ഒന്ന് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്കങ്ങനെ ഫൈനലി ജ്യൂസ് കിട്ടി. ഇവളെന്നെ എടുത്ത് നടക്കും. ജ്യൂസ് കിട്ടിയോണ്ട് ഞാൻ കണ്ടു നിൽക്കുന്നു. നമ്മൾ നടന്ന് അങ്ങനെ കുഴങ്ങി ഒരു സ്ഥലത്ത് വന്നിട്ടിരുന്നു ഗൈസ്. ഇത് നല്ല അടിപൊളി എയർപോർട്ടിലുള്ള പോലെ ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്കൊരു കല്ല് കിട്ടി ഗൈസ്. കല്ല് അതിനെക്കൊണ്ട് ഞാൻ മെല്ലെ ഇറങ്ങി പോകാമെന്ന് വെച്ച്. പക്ഷേ കണ്ടി വിളിച്ച് ഞാൻ ഉണ്ടാക്കിയ കല്ല് വെച്ച് അവിടെ വെച്ചു ഗൈസ്. അതുപോലെ തന്നെ ജൂമാക്കി കളിക്കുന്നു ഞാൻ. ഇവിടെ കൊണ്ടൊന്നും സമ്മതിക്കില്ല. ഞാനൊന്ന് കയറാൻ നോക്കട്ടെ. സിമ്പിൾ, കയറാൻ കഴിയുമല്ലോ. ഞാൻ തിരിച്ച് കല്ലവരെ കൊണ്ടേക്കാം. അല്ലെങ്കിൽ അല്ലേ വേണം വെക്കണോ? ഒന്ന് മുട്ടി നോക്കണം. സൗണ്ട് ഉണ്ടല്ലോ, നല്ല പരിപാടി ഇത്. സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. ഞാൻ ആരെങ്കിലും കല്ല് കൊണ്ടുപോവാം. ഒന്നുകൂടി മുട്ടി നോക്കാം. എൻ്റെ സൗണ്ട് ഞാൻ വല്ല ആശാരിപ്പണിയാണ്. ഇതൊക്കെ മോള് പറയാൻ മുമ്പിൽ ഞാനങ്ങനെ ചാടി ഞാനാരാ മോള്. ഞാൻ പോകുന്നു. ഇറങ്ങാൻ സിമ്പിളാണല്ലോ. ഞാൻ ഇനിപ്പോട്ടെ. ടാറ്റാ ബൈ ബൈ. നിങ്ങൾ പണി നോക്കോ. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.